ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങുന്നു. സഭ ഇപ്പോൾ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷാംഗങ്ങളും ഭരണപക്ഷാംഗങ്ങളും സഭയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഭരണപക്ഷം സഭ ബഹിഷ്കരിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷത്തോടൊപ്പം സഭയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളുണ്ട്. ഇപ്പോൾ നിയമസഭയുടെ പതിവാതിൽക്കിലേക്ക് ഭരണപക്ഷ MLA-മാർ എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ്. സഭയ്ക്ക് പുറത്ത് ഭരണപക്ഷ MLA-മാർ പ്രതിഷേധവുമായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്കപ്പം റോഷി പാലുണ്ട്, ആദിൽ പാലൂടും ഉണ്ടാവും. തിരുവനന്തപുരത്ത് നിന്നും തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നിയമസഭയ്ക്ക് പുറത്തേക്ക് ഭരണപക്ഷ MLA-മാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് വരുന്ന ദൃശ്യങ്ങളാണ്. നമുക്കവരുടെ സുനിഷയുണ്ട്. സുനിഷ, എന്താണ് ഭരണപക്ഷ MLA-മാർ മുദ്രാവാക്യം വിളിക്കുന്നത്? നമുക്ക് മൈക്ക് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്നായിരുന്നു. അരുൺ, നിലവിലിപ്പോൾ അവർ സഭയ്ക്ക് പുറത്തേക്ക് എത്തിയിട്ടില്ല. സഭയ്ക്ക് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ മുദ്രാവാക്യങ്ങൾ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അകത്തേക്ക് കടക്കുന്നതിന് ചില പരിമിതികൾ ഉള്ളതുകൊണ്ടാണ്. ഏതായാലും ഇപ്പോൾ ഭരണപക്ഷം പറയുന്നത് തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സോണിയാഗാന്ധിക്കുള്ള കൊള്ളയിലുള്ള പങ്ക് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. നേരത്തെ സഭയ്ക്കകത്ത് അതേ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ പങ്കടക്കം പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു സോണിയാഗാന്ധിക്ക് കൊള്ളയിലുള്ള പങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഈ ഭരണപക്ഷത്തു നിന്നും ഇതിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറന്നകത്തേക്ക് കടക്കാൻ കഴിയില്ല. പക്ഷേ പോറ്റിക്ക് വസതിക്കുള്ളിൽ കയറാനായി. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിച്ചോടുന്ന സമീപനമാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഇതാ ഈ സഭ പിരിഞ്ഞതിനു ശേഷം ഭരണപക്ഷ അംഗങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം ഏതായാലും ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭരണപക്ഷത്തെ മുഴുവൻ MLA-മാരും നിലവിൽ ഇപ്പോൾ ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ഒളിച്ചോടുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ ഭരണപക്ഷം പറയുന്നത്. ഈ പ്രതിപക്ഷം അവരുടെ ഭാഗം എത്തുന്നത് കൊണ്ട് തന്നെ ഒളിച്ചോടുന്ന സമീപനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഭരണപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ മുദ്രാവാക്യം നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. നാണം കെട്ടൽ കോൺഗ്രസ്, നാണം കെട്ടൽ UDF, സ്വർണം കെട്ടവരാരപ്പ? കോൺഗ്രസ് ആണ് കോൺഗ്രസ്, കോൺഗ്രസ് ആണ് കോൺഗ്രസ്, നാണമില്ല കോൺഗ്രസ്, നാണമില്ല കോൺഗ്രസ്. ഏലസ് കെട്ടിയതാരപ്പ? ഏലസ് കെട്ടിയതാരപ്പ? കോൺഗ്രസ് ആണ് കോൺഗ്രസ്, കോൺഗ്രസ് ആണ് കോൺഗ്രസ്. സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ, സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ കോൺഗ്രസ്? നാണമില്ല കോൺഗ്രസ്. കടകംപള്ളി സുരേന്ദ്രൻ പ്രതിഷേധക്കാർക്കൊപ്പം കൂടുമോ എന്നതാണ് അറിയേണ്ടത്. പ്രതിഷേധക്കാർക്കൊപ്പം കൂടും. സഭയിലെത്തി കടകംപള്ളി സുരേന്ദ്രനും സഭയിലെ MLA-മാർ പ്രതിഷേധിക്കുമ്പോൾ നിയമസഭാ കവാടത്തിൽ കടകംപള്ളി സുരേന്ദ്രനും അവരോടൊപ്പം ചേരുന്നുണ്ട്. മന്ത്രിമാരല്ലാത്ത എല്ലാ ഇടത് MLA-മാരും ഇപ്പോൾ സഭയുടെ പുറത്ത് പ്രതിഷേധിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ പ്രതികരണം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധമുള്ള സംഭവമാണ് ഇന്ന് സഭക്കകത്ത് അരങ്ങേറിയത്. സാധാരണഗതിയിൽ പ്രതിപക്ഷം ഗൗരവമേറിയ പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയാണ് പതിവ്. ഇന്ന് യാതൊരു നോട്ടീസും നൽകാതെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് സഭക്കകത്ത് ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് ചില നിലപാടുണ്ടെന്നും അതുകൊണ്ട് ഈ സഭ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുമുള്ള ഒരു പ്രഖ്യാപനം നടത്തി